നമസ്കാരം സുഹൃത്തുക്കളെ, എന്നോട് സർവീസ് റിലേറ്റഡ് കാര്യങ്ങൾ എല്ലാവർക്കും ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. എപ്പോഴും വണ്ടിയുടെ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഹിസ്റ്ററി ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഷോറൂമിലൊന്നും കൊടുക്കാൻ പറ്റില്ല. ഷോറൂമിലാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി കിട്ടും. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും പുറത്ത് ഗ്യാരേജിൽ കൊടുക്കുമ്പം അത് ചെയ്തു ഇത് ചെയ്തു ബില്ല് തപ്പി ഇങ്ങനെയൊക്കെ ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി കിട്ടുന്ന ഒരു ഗ്യാരേജിൽ എവിടെ ആണെങ്കിലും അവിടെ കൊടുക്കുക. അതായത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഇന്ന കിലോമീറ്ററിൽ എന്ത് ചെയ്തു, ഇന്ന സമയത്ത് എന്താണ് ചെയ്തത്, ഇന്നത് എപ്പോൾ ചെയ്തു എന്ന് കറക്റ്റ് ഹിസ്റ്ററി കിട്ടുന്ന ഒരു ഗ്യാരേജിൽ വണ്ടി കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു 5 വർഷം കഴിയുന്ന വണ്ടികൾ ഒരിക്കലും പെട്രോൾ സ്റ്റേഷനിൽ കൊടുത്ത് സർവീസ് ചെയ്യരുത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുക അല്ലാണ്ട് ബാക്കി ഇൻസ്പെക്ഷനോ ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോപ്പർ ഒരു ഗ്യാരേജിൽ കൊടുക്കാൻ പറയുന്നത്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഓട്ടോ ഇല്ലല്ലോ, 6 മാസം കൂടുമ്പോൾ ഇച്ചിരി പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 5 വർഷം കഴിയുന്ന വണ്ടി ഒന്ന് ഗ്യാരേജിൽ വിട്ട് ഇൻസ്പെക്ട് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക. പിന്നെ ഏത് ഗ്യാരേജിലാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഹിസ്റ്ററി പ്രോപ്പറായിട്ട് കിട്ടുന്നതും നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ, നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കഴിവുള്ള ആളായിരിക്കണം. അല്ലെ വണ്ടിയെക്കുറിച്ച് ടെക്നിക്കലി കഴിവുള്ള ആളാണെങ്കിൽ അവർക്ക് അവരുടെ സൂപ്പർവൈസറെ ആണെങ്കിലും ടെക്നീഷ്യനെ ആണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇവിടെ പലയിടത്തും നടക്കുന്നത് അങ്ങനെയല്ല. അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ല, അവർ സൂപ്പർവൈസറും ടെക്നീഷ്യനും പറയുന്ന കാര്യങ്ങളേക്കും. അങ്ങനെ ഒരിക്കലും ആവരുത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളിന് നിങ്ങളൊരു മേജർ സർവീസിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്. പലർക്കും അറിയാവുന്ന കാര്യം മേജർ സർവീസിലെന്ന് വെച്ചാൽ കുറേ ഓയിലുകൾ മാറും. അങ്ങനെയൊന്നുമല്ല. മേജർ സർവീസ് എന്ന് വെച്ചാൽ അതിനകത്ത് 33 പോയിന്റ് ചെക്ക് പോയിന്റ്സ് വിത്ത് കുറേ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാനും എടുക്കാനും ഉള്ള കഴിവുള്ള ആളുകൾ ആരാണ്, അവരെ നോക്കിയിട്ടായിരിക്കണം എപ്പോഴും വണ്ടികൾ കൊടുക്കുന്നത്, സർവീസ് ചെയ്യുന്നത്. അതുപോലെ റെഗുലറായിട്ട് വണ്ടി സർവീസ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും 10,000 ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ കിലോമീറ്റർ ഓട്ടോ ഒരു 500 ഓടിയിട്ട് നമുക്ക് മാറിയാൽ പോരെ എന്നൊരിക്കലും ചിന്തിക്കില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ വണ്ടിയുടെ 8,000 to 9,000 ആകുമ്പോൾ ആ ഓയിൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം, ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിക്കുന്ന സിറ്റുവേഷനിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ വെച്ച് കുറേ ഓടി കഴിയുമ്പോൾ ഈ ഓയിലിൻ്റെ വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഫ്രിക്ഷൻ ഉണ്ടാവും, തേയ്മാനങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ടാവും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഓയിൽ മാറിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം, ഒരു 100,000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങളുടെ വണ്ടിക്കകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു 3 or 4 ടൈംസ് ആണ് ഓയിൽ ചേഞ്ചിങ് എക്സ്ട്രാ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റിൻ്റെ ഡബിൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് തേയ്മാനം, രണ്ടാമത് മൈലേജ്. മെയിനായിട്ട് മൈലേജിൻ്റെ കാര്യമാണ്. മൈലേജിൻ്റെ കാര്യം, പെർഫോമൻസിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടികൾ സർവീസ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് സർവീസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് കുറേ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറഞ്ഞു തരാനായിട്ടുള്ള ഒരു സർവീസിൻ്റെ ഒരു ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സർവീസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്